ഇബ്നു അബി ദുനിയ അദ്ദേഹത്തിന്റെ അർ-റിഖത്തു വൽ ബുകാ എന്ന കിതാബിൽ പറയുന്നു, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻ രാത്രിയിൽ സഞ്ചരിക്കവേ റജുലൻ യഖറഉ സമിഅ റജുലൻ യഖറ, ഒരാൾ ഓതുകയാണ്. എന്താണ്? ഇന്ന അദാബ റബ്ബിക ലവാഖിഅ മാ ലഹു മിൻ ദാഫിഅ, അല്ലാഹുവിന്റെ ശിക്ഷ വന്നു ഭവിക്കുക തന്നെ ചെയ്യും, അതിനെ തടയാൻ ഒരാൾക്കും കഴിയില്ല. ഫജഅല യബ്കി ഹത്ത ഇഷ്തദ്ദ ബുകാഉഹു സുമ്മ ഖറ യൽതരിബ്, കരഞ്ഞ് 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 അവസാനം തൻ്റെ മൃഗത്തിൻ്റെ പുറത്തു നിന്ന് താഴോട്ട് അദ്ദേഹം വീഴുകയുണ്ടായി, ഒരു ലെവല് തെറ്റിക്കൊണ്ട്. അപ്പോൾ അവർ ചോദിച്ചു, എന്തു പറ്റി അമീറുൽ മുഅ്മിനീൻ? അദ്ദേഹം പറഞ്ഞു, ദഊനി, എന്നെ വിട്ടേക്കൂ, നിങ്ങൾ എൻ്റെ അടുത്ത് നിന്ന് മാറി നിൽക്കൂ. ഫഇന്നി സമിഅതു ഖസമ ഹഖ്ഖിൻ മിൻ റബ്ബി, എൻ്റെ റബ്ബ് ഖസം ചെയ്തു പറഞ്ഞൊരു വാക്കെൻ്റെ മനസ്സിൽ തറച്ചതാണ്, വേറൊന്നുമല്ല. റബ്ബ് പറയാണ്, ഇന്ന അദാബ റബ്ബിക ലവാഖി, നിശ്ചയം അല്ലാഹുവിൻ്റെ ശിക്ഷ വരിക തന്നെ ചെയ്യും. അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തറച്ചതാണ്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തിബിയാനിൽ രേഖപ്പെടുത്തുന്നത്, വറുവീന അൻ അബീ ദർരിൻ റളിയല്ലാഹു തആല അൻഹു ഖാൽ ഖാമ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിആയത്തിൻ യുറദ്ദിദുഹാ ഹത്ത അസ്ബഹ, അല്ലാഹുവിൻ്റെ റസൂൽ ഒരു ആയത്ത് റിപ്പീറ്റ് ചെയ്ത് ഓതി ഫജ്റായി പോയി. സൂറത്തുൽ മാഇദയിലെ ഒരൊറ്റ ആയത്താണ് അത് ഓതി, അത് റിപ്പീറ്റേഷൻ തന്നെ ഫജ്ർ വരെ. എന്താണത്? ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക, അല്ലാഹുവേ നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ നിന്റെ അടിമകളാണ്, നിനക്ക് ശിക്ഷിക്കാം. പക്ഷേ വൈൻ തഗ്ഫിർ ലഹും, റബ്ബേ നീ അവർക്ക് പുറത്തു കൊടുക്കുകയാണെങ്കിൽ നീ ഏറെ പൊറുക്കുന്നവനും കാരുണ്യവാനുമാണല്ലോ. ആ ആയത്ത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു എന്നാണ്. തമീമുദ്ദാരി, മഹാനായ സ്വഹാബി, അദ്ദേഹം പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ജാസിയയിലെ ഒരായത്ത് ഓതുകയാണ്. അത് അദ്ദേഹം പ്രഭാതം വരെ റിപ്പീറ്റ് ചെയ്തു എന്നാണ്. ആ ആയത്തിനെ മറിച്ച് മറ്റൊരായത്ത് ഓതാൻ കഴിയുന്നില്ല. എന്താണത്? അം ഹസിബല്ലദീന ജ്തറഹുസ് സയ്യിആതി അൻ നജ്അലഹും കല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത് സവാഅം മഹ്യാഹും വമമാതുഹും സാഅ മാ യഹ്കുമൂൻ. തിന്മകൾ വാരിക്കൂട്ടുന്ന ആളുകൾ വിചാരിച്ചോ, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ പോലെ നാം അവരെ ആക്കുമെന്ന്? രണ്ടു കൂട്ടരും ഒരുപോലെയാകുമെന്ന്? നിങ്ങളുടെ ജീവിതവും മരണവും ഒരുപോലെ ആയിരിക്കുമെന്ന്? നിങ്ങൾ എത്ര മോശമായിട്ടാണ് വിധിക്കുന്നത്? അങ്ങനെ സംഭവിക്കില്ല എന്നാണ്.